നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മലയാളക്കരയുടെ സ്വകാര്യ അഹങ്കാരമാണ് നടൻ മോഹൻലാൽ. അദ്ദേഹത്തിന് ഇന്ന് 64ാം പിറന്നാൾ. ഇതിനോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ആരാധകർ ആരംഭിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയകളിലും മോഹൻലാലിന്റെ വീഡിയോകളും ഫോട്ടോകളും നിറയുകയാണ്. ട്വിറ്റർ ട്രെൻഡിങ്ങിലും മോഹൻലാൽ തന്നെയാണ് താരം. പിറന്നാളിന് മോഹൻലാലിന് ആദ്യത്തെ ചുംബനമെത്തിയത് മമ്മൂട്ടിയുടേതായിരുന്നു. കൃത്യം രാത്രി 12 മണിക്ക് മമ്മൂട്ടി മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ അറിയിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. മോഹൻലാലിനെ ചേർത്ത് നിർത്തി ചുംബിക്കുന്ന ചിത്രമാണ് മമ്മൂക്ക പങ്കുവച്ചിരിക്കുന്നത്. 55 ചിത്രങ്ങളോളം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും നടന് ആശംസകൾ പ്രവഹിക്കുന്നുണ്ട്. വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരിയുടെയും പുത്രനായി 1960 മെയ് 21 പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ് ജന്മം. തിരുവനന്തപുരത്തുള്ള മുടവൻമുകളിലെ തറവാട്ട് വീട്ടിലായിരുന്നു മോഹൻലാലിന്റെ കുട്ടിക്കാലം. മുടവൻമുകളിലുള്ള സ്കൂളിലാണ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. തുടർന്ന് തിരുവനന്തപുരം മോഡൽ സ്കൂളിലും MG കോളേജിലുമായി പഠനം പൂർത്തീകരിച്ചു. മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച സിനിമ തിരനോട്ടമായിരുന്നു. ലാലിന്റെ സുഹൃത്തുക്കളുടെ തന്നെ നിർമ്മാണ സംരംഭമായ ഭാരത് സിനി ഗ്രൂപ്പാണ് ഈ ചിത്രം നിർമ്മിച്ചത്. മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ഹാസ്യ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ മൂലം ഈ ചിത്രം പുറത്തിറങ്ങിയില്ല. മോഹൻലാൽ അഭിനയിച്ച് പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ആദ്യത്തെ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആയിരുന്നു. ആദ്യ ചിത്രം പുറത്തിറങ്ങുമ്പോൾ മോഹൻലാലിന് 20 വയസ്സായിരുന്നു പ്രായം. ആ ചിത്രത്തിൽ വില്ലൻ വേഷമായിരുന്നു മോഹൻലാലിന്. 1983 മാത്രം 25ഓളം ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിക്കുകയുണ്ടായി. 1986 മുതൽ 1995 വരെയുള്ള കാലഘട്ടം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ കാലഘട്ടത്തിലാണ് നല്ല തിരക്കഥയും സംവിധാനവും അഭിനയവും കൂടിച്ചേർന്ന നല്ല ചലച്ചിത്രങ്ങൾ കൂടുതലായും പിറവിയെടുത്തത്. ഈ കാലഘട്ടത്തിലാണ് മോഹൻലാലിന്റെ അഭിനയ മികവ് പ്രകടമാകുന്ന നിരവധി ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങിയത്. ഈ കാലഘട്ടത്തിലെ മികച്ച സംവിധായകരോടൊപ്പവും മികച്ച തിരക്കഥാകൃത്തുക്കളോടൊപ്പം പ്രവർത്തിക്കാൻ മോഹൻലാലിന് സാധിച്ചു. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലുള്ള ചിത്രങ്ങളിലും ലാൽ അഭിനയിച്ചിട്ടുണ്ട്. 1997 മോഹൻലാൽ മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന തമിഴ് ചലച്ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഈ ചിത്രത്തിൽ MGRന്റെ വേഷത്തിൽ അഭിനയിച്ചു. ഐശ്വര്യ റായുടെ ആദ്യ ചിത്രം കൂടിയായിരുന്നു ഇത്. ഇതിനുശേഷമാണ് മോഹൻലാൽ മലയാള ഭാഷേതര ചിത്രങ്ങളിൽ ശ്രദ്ധേയനാകുന്നത്. മലയക്കോട്ട വാലിബനാണ് മോഹൻലാലിന്റേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം. ലിജോ ജോസ് പെല്ലിശ്ശേരിയായിരുന്നു സംവിധാനം. ജനുവരിയിൽ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ 2ാം ഭാഗം ഉണ്ടായേക്കുമെന്ന് വിവരമുണ്ട്. റംബാൻ, വൃഷഭ എന്നിവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മറ്റ് സിനിമകൾ. ബറോസ് ആണ് റിലീസിനൊരുങ്ങുന്ന മോഹൻലാൽ ചിത്രം. ഇതിൽ മോഹൻലാൽ ഒരു സംവിധായകന്റെ നിലയിലും അരങ്ങേറ്റം കുറിക്കുന്നു. 2001 ഇന്ത്യൻ സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. 2019 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു. മലയാളികളുടെ സ്വന്തം 6ാം തമ്പുരാന് പിറന്നാൾ ആശംസകൾ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.